നീ യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് സർവശക്തിയോടുകൂടി നമുക്ക് ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്കും ആത്മാവിന്റെ അഗ്നി അയക്കണമേ. പുത്തൻ പന്തക്കുസ്ത അനുഭവം നൽകണമേ. ഞങ്ങളുടെ ആലയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുട്ടുമേലായിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധനയും നായകരേ
വരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കരങ്ങൾ വീശി ചേർത്ത് പാടാം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പരിശുദ്ധ ഉടമ്പടി ധ്യാനങ്ങൾ നമ്മളെ ഈ കാലത്ത് വെളിപ്പെടുത്തപ്പെടുന്ന ദൈവാനുഭവത്തിൻ്റെ പുതിയ ജീവിത തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. ദൈവാനുഭവത്തിൻ്റെ പുതിയ ജീവിത തലങ്ങൾ പലപ്പോഴും നമ്മൾ അനുഭവേദ്യമാകണത് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെയാണ്. എല്ലാ ഉടമ്പടി സാക്ഷ്യങ്ങളിലും അല്ല, ചില അസൽ ഉടമ്പടിക്കാരുണ്ട്. നമ്മൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് രണ്ടോ മൂന്നോ തരം ഉടമ്പടിക്കാരുണ്ട്. ഒന്ന് ഇങ്ങനെ വഴിപാട് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും ഇങ്ങനെ ഉടമ്പടി പറയണം, ഉടമ്പടിയുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പേരിൽ വന്ന് കുറച്ച് ക്ലാസ്സെല്ലാം കേട്ട് പകുതി മനസ്സിലായില്ല എങ്കിലും ഇങ്ങനെ വന്ന് ഇവിടെ വന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവിടെ ചെയ്യണമൊക്കെ കണ്ടുപഠിച്ച് ചെയ്തു പോകുന്നത്. അവരത് കൊണ്ടുപോയിട്ട് ഒരു പ്രത്യക്ഷ രാവിലെ ഉള്ള ഒരു നീലത്തിരി കത്തിച്ച പ്രാർത്ഥനയും സന്ധ്യയ്ക്കുള്ള പച്ചത്തിരി കത്തിച്ച പ്രാർത്ഥനയൊക്കെ അത് വഴിപാട് ഉടമ്പടി എന്നാണ്. വഴിപാട് ഉടമ്പടിക്കാർ എപ്പോഴായാലും ഉടമ്പടിക്ക് വലിയൊരു ഭാരമാണ്, ബാധ്യതയാണ്. എന്നുവെച്ചാൽ അവർ ഉടമ്പടിയിലൂടെ ദൈവം ഈ കാലങ്ങളിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് നിർവഹിക്കുന്നതിനെക്കുറിച്ചും അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധമില്ല. അവർ പൊതുവെ പറഞ്ഞതിന് കേട്ട് അങ്ങനെ വന്ന് ചെയ്യണതാണ്. പകുതി മനസ്സാണ് അവർക്കുള്ളത് അതിൻ്റെ അകത്ത് വരണത്. അതാണ് വഴിപാട് ഉടമ്പടി കുഴപ്പം. ഉടമ്പടിയുടെ ഒരു നോർമലായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്നവരുണ്ട്. സത്യസന്ധമായിട്ടാണ് ചെയ്യണത്, നോർമലായിട്ടാണ് ചെയ്യണത്. പക്ഷേ ഈ വലിയ സാക്ഷ്യങ്ങൾ പറയുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം എനിക്കെന്തുകൊണ്ടാണ് എല്ലാ സാക്ഷ്യങ്ങളും ഇവിടെ പറയാൻ പറ്റാത്തത്? എല്ലാ സാക്ഷ്യങ്ങളെല്ലാം ഉടമ്പടിയുടെ കണ്ടൻറ്റുകളില്ലാത്തത് കൊണ്ടാണ്. എല്ലാ സാക്ഷ്യങ്ങളും ഉടമ്പടിയുടെ സ്ട്രക്ചറൽ കണ്ടൻറ്റ് വേണം. സ്ട്രക്ചറൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, നോട്ട് ബൈ മേട്ടിൽ ഇത് വർക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിവ് 0 ആയിരിക്കുകയും ദൈവം ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ദൈവം ഫുള്ളായിട്ട് ടേക്കണപ്പ് ചെയ്ത് ഇത് മുഴുവനായിട്ട് ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ നമ്മുടെ കഴിവ് അവിടെ 0 ആയിരിക്കും. ഫുൾ മുടക്കണത്, എൻ്റെ തിയറിയും പ്രാക്ടിക്കലും എല്ലാം മുടക്കണത് ദൈവമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസഫ് ഗ്രിഗരി എന്നും പറഞ്ഞൊരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. കുടുംബസമേതം പറഞ്ഞത്, ഭാര്യയും 4 കുഞ്ഞുങ്ങളും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ കാലത്ത് ഭാര്യയും ഭർത്താവും 4 കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കണത് അതിൻ്റെ ഒരു കുഞ്ഞിന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അപ്പം അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാരം നമുക്ക് മനസ്സിലാകും. നമുക്ക് എന്തെങ്കിലും ഒരു ഭാരം ഉണ്ടാകുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു ഭാരം, എക്സ്ട്രാ വെയിറ്റ് നമുക്ക് വരുന്നത് ഒരുപക്ഷെ ഉടമ്പടിക്ക് അത് ഗുണമാണ് ചെയ്യണത്. ഏതെങ്കിലും ഒരു കാര്യത്തിന് എക്സ്ട്രാ വെയിറ്റ് വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിതമായ ഭാരം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടല്ലോ. മിതമായ ഭാരം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. അമിത ഭാരം, എക്സ്ട്രാ വെയിറ്റാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
എക്സ്ട്രാ വെയിറ്റ് വന്നാൽ, എക്സ്ട്രാ വെയിറ്റ് വരുന്നവരെ ചിലർ ആ എക്സ്ട്രാ വെയിറ്റ് എന്ന് വെച്ചാൽ അമിതഭാരം അത് ശരിക്കും ബിബ്ലിക്കലൈസായിട്ട് ചെയ്യും. വെച്ചാൽ അത് സുവിശേഷ വിഹിതമായി അതിനെ സമീപിക്കും. ഇപ്പം ഇവരുടെ വിഷയം എന്ന് പറയുന്നത്, ഈ കുഞ്ഞുങ്ങളോട് ഇവർ കാനഡയിൽ താമസിക്കുകയാണ്. ഈ ഇദ്ദേഹത്തിന് ജോസഫ് ഗ്രിഗറി എന്ന് പറയുന്ന ആളിനെ കാനഡയിലെ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവാണ് ആൾ. പക്ഷേ അദ്ദേഹത്തിന് അത്ര ബിസിനസ് അങ്ങനെ പുരോഗമിക്കണില്ല. എങ്കിലും അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് പാലും ഭക്ഷണവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ, കുടുംബം നോക്കാനുള്ള കാര്യങ്ങൾ കിട്ടും. വൈഫ് അവിടെ നേഴ്സാണ്. പക്ഷേ അദ്ദേഹം അവിടെ ചെയ്യുന്ന ജോലി അവരത്ര കംഫർട്ടല്ല അവിടെ. കാര്യം 4 കുഞ്ഞുങ്ങളെ പോറ്റണ്ടേ, അതിൻ്റെ കൂടെ ആണ് ജോലി ചെയ്യേണ്ടത്, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യണത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പരാധീനതകളുണ്ട്. അപ്പോൾ ഒരു മിനിമം ഫാമിലിയാണ്. പക്ഷെ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതൽ കാരണം, അവരുടെ ബലാഷ്ടതകളിലൊക്കെ അവർ ജീവിക്കുന്നത് കാരണം കുടുംബം ഇങ്ങനെ കരകയറി വരത്തില്ല. അതാണ് എക്സ്ട്രാ വെയിറ്റ് എന്ന് പറയുന്നത്. കരകയറി വരത്തില്ല, ഇത്തിരി പാടായിരിക്കും. ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഡോട്ട് മൈ മെരിറ്റ് വർക്ക് ചെയ്യുക. ഉടമ്പടിയിൽ മാത്രമേ ആ ഒരു പ്രൊവിഷനുള്ളൂ. അപ്പോൾ എന്തു ചെയ്യും, ഈ കുടുംബം നാട്ടിൽ വരുമ്പോൾ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ചില ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉള്ള ഗുണമെന്ന്, ഉടമ്പടി അപ്പം തന്നെ രജിസ്റ്റേർഡ് ആവും. കഴിഞ്ഞാൽ ദൈവത്തിനറിയാം, അതാണ് എൻ്റെ വിഷയം. ദൈവത്തിനറിയാം ഇവർ ഉടമ്പടിയിൽ വളരെ മുന്നോട്ട് പോകുമെന്ന് ദൈവത്തിനറിയാം. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. നിങ്ങൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് 2 ആഴ്ച ഉടമ്പടിയാണ്, ഇതൊന്നും നടക്കത്തില്ല, ഇവരുടെ പ്രീ ഹിസ്റ്ററി വളരെ മോശമാണ്. ഈച്ചയെ പോലെയാണ്, എല്ലാ ഭക്ഷണത്തിലും പോയി ഇരുന്നേച്ചും പൊങ്ങിപ്പോരും ഇങ്ങോട്ട്. ഈച്ച ഉടമ്പടിക്കാർ ഒത്തിരി പേരുണ്ട്. മക്കീസ് കവനൻ്റുകാർ കുറേ ഉണ്ട്. അത് കുറേ നാളത്തേക്ക് അത് ചെയ്യും. പിന്നെ അവർ വേറെ അവരുടെ ഇൻട്രസ്റ്റ് മാറും. ഈച്ച കണ്ടിട്ടില്ലേ, വന്നിരുന്നേച്ച് വേറെ സ്ഥലത്തേക്ക് ഉടനെ പോകും. ഈച്ച ഉടമ്പടിക്കാരുണ്ട്. എന്നുവെച്ചാൽ അവരിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. അവിടെ ഇൻട്രസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകും. അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അപകടം ഉണ്ടാക്കും. എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൽ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇതൊന്നും ഇവർ ചെയ്യാൻ പോണില്ല. ഇവർ ചുമ്മാ എന്തെങ്കിലും അനുഗ്രഹം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ മനസ്സോടെ വന്ന് ചെയ്യണതാണ്. ഇവരിതിൻ്റെ റിസ്ക് ഒന്നും എടുക്കത്തില്ല. ഉടമ്പടിയുടെ ഏറ്റവും വലിയ സത്യസന്ധത എന്ന് പറയണത് ഇത് അലപരാധി ആയിട്ടുള്ള ആധ്യാത്മികക്കാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ വിഷയം. നമ്മൾ കുടുംബങ്ങളെ നയിക്കുന്നത് ഒരു അലപരാധി ആധ്യാത്മികതയാണ്. സന്ധ്യക്കൊരു ജോമാല ചെല്ലും, അത് ചിലർ പലത് ഉറങ്ങും, ചിലത് കട്ട്ഷോട്ട് ചെയ്യും. ചില ആൾക്കാർ ചിലത് ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം വരുമ്പോൾ കൊന്ത ചെല്ലും. അങ്ങനെ കുറച്ച് പേര് ചെല്ലുമ്പോൾ നേരത്തെ ചെല്ലുമ്പോൾ എല്ലാവരും ഉണ്ടാകത്തില്ല. ഇങ്ങനെ അലപരാധി ആധ്യാത്മികക്കാരാണ് കുടുംബത്തിലുള്ളത്. ഇന്നിപ്പോൾ അത് മാറിയത്, അതാരാ മാറ്റിയിരിക്കണത്? ഈ ഉടമ്പടി എടുത്ത കുടുംബങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലെല്ലാം കുടുംബസമേതം മൊത്തം മാറിയിരിക്കുന്ന ആൾക്കാർ. മൊത്തം മാറിയത് തന്നെയല്ല, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ദൈവ ജീവിത മണ്ഡലങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരാഞ്ഞെന്ന് കൂടി നമുക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഈ കണ്ണീരിലേക്ക് കർത്താവ് ഇത്രയും നാൾ ഓരോ മനുഷ്യൻ്റെ കണ്ണീരിലേക്കും അവൻ അർഹിക്കുന്ന അവൻ്റെ കഴിവിനേക്കാൾ വലിയ ഒരു സാധ്യതകളിലേക്ക് എന്തുകൊണ്ട് ദൈവം വന്നില്ല എന്നുള്ളത് ഉടമ്പടിയുടെ ജീവിക്കാൻ മനസ്സിലായി. ഇപ്പോൾ ഈ കവിതയുടെ കാര്യം തന്നെ എന്താണ്? കവിത കർത്താവിനോട് പറഞ്ഞത്, കർത്താവ് ഈ 4 കുഞ്ഞുങ്ങളെ വളർത്താൻ ഞങ്ങളുടെ 2 പേരുടെയും ജോലി പറ്റത്തില്ല, നടക്കത്തില്ല. ഇനി അത് കൂടുതൽ ചിലവ് വരികയാണ്. അപ്പോൾ എന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാത്രി
മാതാവ് ഈ കവിതയ്ക്കൊരു സ്വപ്നം കാണിച്ചു കൊടുക്കും. ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതൊരു സ്വപ്നങ്ങളിൽ വരണത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. സ്വപ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രിക്സിൽ, കനേഡിയൻ ബ്രിക്സിൽ പണി ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു നിർമ്മിതി, അതൊരു ഹോസ്പിറ്റലിലാണ്. അപ്പം നീ ഇവിടേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറയും. കണ്ട എന്തെല്ലാം കറക്റ്റായിട്ടാണ് പറയണത്. നമ്മൾ വെറുതെ ഇങ്ങനെ പൊട്ടസ്വപ്നം ദിവാസ്വപ്നം കാണുകയില്ലേ, ആ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പിക്ചർ കാണിക്കും. കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസാണ്, പിക്ചർ കാണിക്കും. ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഹോസ്പിറ്റലിലെ, നീ ഓൺലൈനിൽ ഇവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറയും. അപ്പോൾ കവിത രാവിലെ എഴുന്നേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കും. എന്നിട്ട് പിന്നെ 1500 കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റലിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യും. ഓൺലൈനിൽ ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്യും. പെട്ടെന്ന് ഇവർക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടും. അതാണ് അമ്മ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ദൈവം കൺട്രോൾ ചെയ്യണതാണ്. പിന്നെ നമ്മളിങ്ങനെ ഈ നമ്മുടെ ബോഗികളെ എഞ്ചിൻ വലിച്ചുകൊണ്ട് പോകത്തില്ലേ ട്രെയിനിൽ, അതുപോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അത് പക്ഷേ എന്താ വിഷയത്തിൽ നമ്മൾ അങ്ങനെ, അത് വലിയൊരു സാധ്യതയാണ്. അതായത് ഈ 144 ബോഗികളുണ്ടെങ്കിലും ഈ ഒറ്റ എൻജിൻ വലിച്ചുകൊണ്ട് പോകും. എന്നുവെച്ചാൽ നമ്മൾ ഉടനെ നമ്മുടെ യന്ത്രവൽകൃതമായി പോകും ഉടനെ. അതാണ് ഏറ്റവും വലിയ ഒരു ഉടമ്പടി എന്ന് പറയണത്. ദൈവവൽകൃതമായി പോകും. ദൈവം ബന്ധിച്ച് പിന്നെ ദൈവം തന്നെയാണ് ഇപ്പം കാണിച്ചു കൊടുക്കുമെന്നില്ല പറയണത്. അത് നിങ്ങളിങ്ങനെ കഥ കേൾക്കണ പോലെ കേൾക്കരുത്. കഥയുടെ ഞാൻ നിങ്ങൾക്കറിയാമല്ല, കഥ പറയണ ആളേ അല്ല. ഒരിക്കലും ഒരു കഥ ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ടൊക്കെ പറയുമായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യ വിഷയങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കഥകൾക്ക് കാര്യമില്ലെന്ന്. ദൈവം അതിൻ്റെ സത്യസന്ധമായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ വളരെ വൈറ്റ് ആൻഡ് ബ്ലാക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതല്ലേ പറയേണ്ടത്, കഥയിലല്ല പറയേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ സാക്ഷ്യങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം അവരെങ്ങനെയാണ് ഇത്രയും ദൈവവുമായിട്ട് ഇത്രയും ഒരു ഇൻറ്റിമസി ആയതെന്ന്. എൻ്റെ മക്കളെ, എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഒരു ഇൻറ്റിമസിയുടെ പ്രശ്നമേ ഇവിടെ ഉള്ളൂ. എന്താണ് സ്പിരിച്വാലിറ്റി? അപ്പം ഞാൻ പറയും ഇറ്റ് ഈസ് നത്തിങ് മോർ ദാൻ ഇൻറ്റിമസി വിത്ത് ഗോഡ്. അതേ പറയത്തുള്ളൂ ഞാൻ. സ്പിരിച്വാലിറ്റി എന്താണ്, ആധ്യാത്മികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ്? ദൈവമായിട്ട് അദമ്യമായ ഒരു ആത്മബന്ധമുണ്ടാക്കുക. ഉടമ്പടി എന്തിനാണെന്ന് ചോദിച്ചാലും അത് തന്നെയാണ് ഉടമ്പടിയുടെ ഉത്തരം. എന്തിനാണ് ഉടമ്പടി, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടനെ ജപ്തി നടപടി മാറാനാണെന്ന് പറയരുത്. അത് ഈ എന്താണ് പറയണത്, അത് പൊകിട് മനുഷ്യർ അങ്ങനെ പറയത്തുള്ളൂ. സ്ഥലം വിൽക്കാനാണ്, മകളെ കെട്ടിക്കാനാണെന്ന് പറഞ്ഞേക്കരുത്. അത് ഉടമ്പടി എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ഫോർ ഇൻറ്റിമസി വിത്ത് ഗോഡ്. അത്രേ ഉള്ളൂ. സിമ്പിൾ, തീർന്ന്. എന്തിനാണ്? ദൈവവുമായിട്ട് ആഴമായ ആത്മബന്ധത്തിന്. ഒന്ന് പറഞ്ഞേ, ഉടമ്പടി എന്തിനാണ്? ദൈവവുമായിട്ടുള്ള ആഴമായ ആത്മബന്ധത്തിന്. ഇതാണ് സംഭവം. ഉടമ്പടി ആത്മബന്ധത്തിന്, അത്രേ ഉള്ളൂ. അപ്പോൾ അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഉടമ്പടി PR കിട്ടാനും അതുപോലെ തന്നെ വിസ പ്രോസസ്സിനുമല്ല. നിങ്ങളും ദൈവവും തമ്മിൽ ഒരു ആത്മബന്ധത്തിലായാൽ അതൊന്നും പ്രശ്നമേ അല്ലാതെ വരും. കാര്യം എന്താണ്? അതൊക്കെ ദൈവത്തിൻ്റെ പ്രശ്നമായി മാറും. ഇപ്പോഴെന്താ പ്രശ്നത്തിൽ നിങ്ങൾ ഉടമ്പടി ചെയ്ത പല പ്രശ്നങ്ങളും ഇപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളാണ്. ദൈവം അത് ദൈവത്തിൻ്റെ പ്രശ്നമായിട്ട് ഏറ്റെടുത്തില്ല. ഇതൊരു അപകടമാണ് മക്കളെ, വളരെ അപകടമാണ്. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടും പല ഉടമ്പടി വിഷയങ്ങളും നമ്മുടെ വിഷയങ്ങളാണ് ഇപ്പോഴും. അതൊന്നും ദൈവത്തിൻ്റെ വിഷയങ്ങളല്ലാതെ ഇരിക്കണം. ഇപ്പോഴും ദൈവം അത് ഏറ്റെടുത്തിട്ടില്ല, ദൈവത്തിൻ്റെ വിഷയങ്ങളല്ല. അത് നിങ്ങളൊന്ന് ധ്യാനിക്കണം, നല്ലതാണ്. എൻ്റെ വിഷയം എൻ്റേതായിട്ട് തന്നെ ഇരിക്കുകയാണോ, ദൈവം അത് ഏറ്റെടുത്തോ? പല വിഷയങ്ങളും ദൈവം ഏറ്റെടുത്തിട്ടില്ല. ഒന്നാമത്തേലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഞാൻ ഗോതമ്പ് പൊടിപ്പിക്കാൻ വേണ്ടി പോകും, 2ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ മില്ലിൽ. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സഞ്ചിയും ഗോതമ്പും കൊണ്ടുപോയി മില്ലിൽ വെക്കുമ്പോൾ
മില്ലുകാരൻ ഇങ്ങോട്ട് വന്നിട്ട് സഞ്ചിയുടെ അടുത്ത് കൈയിട്ട് പരതും. എന്തിനാണെന്നറിയാമോ? എന്തിനാണ് അതിൻ്റെ അടുത്ത് വല്ല കല്ലും ഉണ്ടോ, കഷണങ്ങൾ വല്ലതും ഉണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും ബാധിക്കും അത്. അപ്പോൾ അതെല്ലാം പുള്ളി നോക്കിയിട്ട് ഇട പേറ്റിയിട്ടാണ് കൊണ്ടുവന്നിരിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആണ്, അമ്പച്ച് പേറ്റിയതാണല്ലേ ഇത്, തിരിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കും. കാര്യം എന്താണ്, ഇതിനകത്ത് കല്ലും കട്ടയും വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിയുടെ തരിഞ്ഞ് ചേർന്നതിനല്ല, എഞ്ചിനത് കേടാണ്, മറ്റ് ഗോതമ്പുകൾ കഷ്ണങ്ങൾ തിരിഞ്ഞ് താവല് പോലെ വരത്തുള്ളൂ. ഇപ്പം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ ഉടമ്പടിയിൽ നമ്മൾ നിയോഗം വെക്കുമ്പോഴും കല്ലും കട്ടയും നോക്കണം. അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയുകയാണ്. ഉടമ്പടിയിൽ നിങ്ങൾ വെക്കുമ്പോൾ തന്നെ വെച്ചില്ലേ കുഴപ്പമില്ല, നിയോഗങ്ങൾ വെച്ചില്ലെങ്കിൽ ആ മാന്യമായ കൃത്യമായ നിയോഗമാണ് വെച്ചിരിക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കല്ലും കട്ടയും വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴപ്പങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ പുതുക്കാൻ തന്നെ ആൾക്കാർ നേരത്തെ കല്ലും കട്ടയും ഉണ്ടെങ്കിൽ അറിയാതെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ തിരിയണം. അവിടെ ആ വെപ്രാളത്തിനും ആക്രാന്തത്തിനും വായി തോന്നി എല്ലാം എഴുതി വെക്കുമില്ല, വായി തോന്നി എല്ലാം എഴുതി വെക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് സഹോദര സ്നേഹം ഉണ്ടോ? അതാണ് വിഷയം. സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ അനിയൻ്റെ ഭാര്യയാണ്, ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുകയാണ്. ചേട്ടനും ഭാര്യയും മക്കളില്ലാതെ നിൽക്കുകയാണ്, അവർക്ക് മക്കളില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങളെ ചേട്ടനും ഭാര്യയും മാറി താമസിക്കേണ്ട ആൾക്കാരാണ് അവിടെ, ഉറപ്പല്ലേ? സാധാരണഗതി അങ്ങനെ മാറി താമസിക്കുമല്ലോ ചേട്ടന്മാർ. അപ്പോൾ നിങ്ങൾ എന്തെഴുതി? ചേട്ടനും ഭാര്യയും മാറി താമസിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനത്തിൽ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അത് ന്യായകേടൊന്നുമില്ല അതിൻ്റെ അകത്ത്. പക്ഷെ അതിൻ്റെ അകത്തൊരു കല്ലുണ്ട്. എന്താ കല്ല്? നിങ്ങൾ അങ്ങനെയല്ല എഴുതേണ്ടിയിരുന്നത്. ചേട്ടനും ഭാര്യയ്ക്കും മക്കളെ കൊടുക്കാനല്ല എഴുതേണ്ടത്. അവിടെയാണ് അതിൻ്റെ അകത്തൊരു സഹോദര സ്നേഹത്തിൻ്റെ എന്തോ ഒരു കുറവുണ്ട്. ചേട്ടനും ഭാര്യയും മാറി താമസിക്കാനാണ് നിങ്ങളെ എഴുതിയിരിക്കുന്നത്. അത് റിജക്റ്റാകാൻ സാധ്യതയുണ്ട്. ഇത് ആരത്താണ് കൊടുക്കുന്നത്? പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തല്ല കൊടുക്കണത്, ദൈവത്തിൻ്റെ അടുത്താണ് കൊടുക്കുന്നത്. അത് ദൈവത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. അപ്പം തന്നെ നിൻ്റെ മനസ്സ് സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാകും ചേട്ടനും ഭാര്യയും അവർക്ക് മക്കളുണ്ടാകാൻ നീ ആഗ്രഹിക്കണില്ല. ആഗ്രഹം ഉണ്ടാക്കുക എന്ത് ചെയ്യും? നിൻ്റെ കുടുംബത്തിൻ്റെ അവകാശം കുറച്ച് അവർ കൊണ്ടുപോകും. അത് കാരണം അവർക്ക് മക്കളുണ്ടാകാതെ കിടന്ന് നരയിക്കണമെന്നായിരിക്കും നീ ഉള്ളിൽ ഉദ്ദേശിക്കണത്. പക്ഷെ നിനക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ കാരണം മാറി താമസിക്കാൻ വേണ്ടി എഴുതിയിട്ടുമുണ്ട്. ഈ സാധനം കല്ലാണ്. എന്ന് കഴിഞ്ഞാൽ ഇത് പൊടിയത്തില്ല. ഇത് കാരണം എന്താ പറ്റുന്നത്? ഈ കല്ല് കിടക്കണ കാരണം നിൻ്റെ ദുഷ്ടബുദ്ധി അതിൻ്റെ അകത്ത് കിടക്കണ കാരണം സഹോദര സ്നേഹമില്ല, ദൈവസ്നേഹമില്ല, ദുഷ്ടബുദ്ധിയാണുള്ളത്. ദുഷ്ടബുദ്ധിക്കുള്ള ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഇത് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല നിയോഗങ്ങളെ ഇത് ബാധിക്കും. അതാണ് വിഷയം. ഈ നിയോഗം തന്നെയല്ലേ ഇങ്ങനെ ഒരു ദുഷ്ടബുദ്ധിയുള്ള ഒരാളുമായിട്ട് ഉടമ്പടി ചെയ്യാൻ ദൈവം തയ്യാറല്ലാത്ത കാരണം ഈ ഒറ്റ ദുഷ്ടബുദ്ധി കാരണം ആരും ക്യാൻസലാകും. നിങ്ങൾ ഉടമ്പടി പുതുക്കാനുള്ളവർ ചാടിക്കറി പുതുക്കണതിന് മുമ്പ് പഴയ കല്ലുകൾ തിരിഞ്ഞ് മാറ്റണം നല്ലതായിരിക്കും. എന്താണ് ഇതുപോലെ എൻ്റെ മക്കളെ നമ്മളെപ്പോഴും ലാഭം നഷ്ടമല്ല. നമ്മൾ ഉടമ്പടി 6 എഴുതുമ്പോൾ അതിൽ ആ ഓരോ സാധനവും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിനായിരിക്കണം അതിൻ്റെ അകത്ത് പ്രാധാന്യം. 6ലും നിങ്ങൾക്കല്ല, ആ 6ലും ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. ഈ ദൈവത്തിന് പ്രാധാന്യം വെച്ചാണ് നിങ്ങൾ ഉടമ്പടി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിലൂടെ ദൈവം ഒരു ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്തെന്ന് ദൈവം ഉടനെ പറയും. ഞാനൊരു ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്തു. നിങ്ങളുടെ 6 നിയോഗങ്ങളിലും ദൈവത്തിനാണ് മേൽക്കൈ, ദൈവത്തിൻ്റെ മനസ്സിനാണ് മുൻഗണനയെന്ന് നമുക്ക് മനസ്സിലായാൽ, അതുകൊണ്ടാണ് ചാടിക്കേറി 6 നിയോഗങ്ങൾ. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ 6 നിയോഗം എഴുതിയിട്ട് ബാക്കി ഇനി 6 നിയോഗം അഡീഷണൽ സീറ്റ് ചോദിക്കുകയും പരീക്ഷയ്ക്ക് അഡീഷണൽ സീറ്റ് ചോദിക്കത്തില്ലേ, അതുപോലെ ഉടമ്പടിക്ക് അഡീഷണൽ സീറ്റ് ചോദിക്കുന്ന ആൾക്കാർ എന്തിനാണ്? ഇനിയൊരു 100 നിയോഗം എഴുതാനുണ്ട്. ഉടമ്പടി ക്ലാസ് പോലും കേട്ടിട്ടില്ല. ഇത് മൊത്തം കല്ലാണ് എഴുതുന്നത്. നിൻ്റെ ഒരൊറ്റ നിയോഗം കൊണ്ട് തന്നെ ബാക്കി എല്ലാം അങ്ങ് ക്യാൻസലായി, സ്റ്റാൻഡ് ക്യാൻസൽഡ് ആകും ഈ സംഭവം. അതുകൊണ്ട് പുതുക്കുന്നവർ ശ്രദ്ധിക്കുക.
പുതുക്കുന്നവർ ശ്രദ്ധിക്കുക. കല്ല് ഇതുപോലെ അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 6 ഉടമ്പടിയും ദൈവത്തിൻ്റെ മനസ്സിന് പ്രസാദാത്മകമായിരിക്കണം. എന്താണ് വിഷയം? നിങ്ങൾ വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവ മനസ്സിന് മക്കളെ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആലപ്പുഴ നടന്ന് സമയം കളയും. ഇത് വളരെ സിമ്പിളാണ് സംഭവം. പക്ഷേ വെക്കുന്ന ഉടമ്പടി എല്ലാം 6 നിയോഗം വെച്ചെങ്കിൽ 6ഉം ദൈവ മനസ്സിന് പ്രസാദാത്മകമായിരിക്കണം. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യണത് വെച്ചാൽ ഇത് എഴുതുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് പ്രസാദാത്മകമല്ല വിഷയം, ദൈവത്തിന് പ്രസാദാത്മകമാണോ എന്ന് വെക്കണം. അങ്ങനെ എൻ്റെ മക്കൾ ഫസ്റ്റ് ഒരു സ്കാനിങ് നടത്തിയാൽ തന്നെ, സെൽഫ് സ്കാനിങ് എന്ന് പറയുന്നതിന്, ഈ സെൽഫ് സ്കാനിങ് നടത്തുമ്പോൾ തന്നെ അത് പ്രസാദം ദൈവത്തിന് പ്രസാദാത്മകമാണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കത്തിപ്പിടിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉടനെ ആകും. എന്താ കാര്യം? ദൈവം പറയും, ഞാനൊരു ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്തു. അതാണ് വിഷയം. കാര്യം എൻ്റെ സഹോദരങ്ങൾക്കറിയാമല്ലോ, ദൈവം ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്യത്തുള്ളൂ. അൺഹോളി പേഴ്സണിന് ശരിക്കും കൃപാസന കയറാൻ പാടില്ലാത്തതാണ്. അൺഹോളി പേഴ്സൺ, കാര്യം ഇത് ഉടമ്പടി, ഇത് സാധാരണ ഒരു ധ്യാനകേന്ദ്രമല്ലല്ലോ. ഇത് ദൈവവുമായിട്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദൈവത്തോട് മാസങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്ന് ഉടമ്പടി ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ എന്താ ചെയ്യണം? ഒരു അൺഹോളി പേഴ്സന് ദൈവമായിട്ട്, അതായത് വളരെ അവിശുദ്ധമായ വ്യക്തിക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിയോഗങ്ങളിൽ ആദ്യം വിശുദ്ധി വരുത്തിയാൽ മതി. നിയോഗങ്ങളിൽ ഇപ്പം നിങ്ങളുടെ മറ്റ് പാപാവസ്ഥകളെല്ലാം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ കത്തോലിക്കരാണെങ്കിൽ അനുതാപത്തിൽ കുമ്പസാരിച്ച് പ്രായശ്ചിത്തം മേടിച്ചിട്ട് നിങ്ങൾ വിശദീകരിക്കുക. മറ്റുള്ളവരാണെങ്കിൽ അവർക്ക് പറ്റുന്ന പ്രായശ്ചിത്തങ്ങൾ ചെയ്തുകൊണ്ട് പാപത്തെ അനുതാപത്തിലൂടെ യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വരണത് ഈ നിയോഗങ്ങളിലുള്ള വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നിയോഗങ്ങളിലുള്ള വിശുദ്ധി ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും, ഇപ്പം നമ്മൾ വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ നമ്മളോട് ഓരോ ചോദ്യം ചോദിക്കും. നമ്മൾ ഒരു കട്ടിക്കണക്കിന് അപേക്ഷ ഫോറം കൊടുത്തിട്ടുണ്ട്, എല്ലാം പൂരിപ്പിച്ചെങ്കിലും അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് അവിടെ എന്താ പരിപാടി, നിങ്ങൾ എന്നാ തിരിച്ചു പോരണത്, നിങ്ങളവിടെ താമസം ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മറുപടി പറയണം. എങ്ങാനും നമ്മളവിടെ തങ്ങാനാണ് ഉദ്ദേശിക്കണമെന്ന് അവർക്ക് എങ്ങാനും തോന്നിപ്പോയാൽ അപ്പം തന്നെ വിസ റിജക്റ്റഡ് ആവും. അമേരിക്കൻ എംബസി ആണെങ്കിൽ പറയും വിസ ഈസ് റിജക്റ്റഡ്, അപ്പം തന്നെ മുഖത്ത് നോക്കി പറയും. എന്താ കാര്യം? അവർക്ക് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് പണിയായിരിക്കും. ഡെഡ് ബോഡി അവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ കാശ് അമേരിക്ക മുടക്കണമെന്ന് വരും. അതാണ് അവിടുന്ന് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അമേരിക്ക കാശ് മുടക്കേണ്ടി വരും എന്ന് അവർക്കറിയാൻ പറ്റും. അപ്പോൾ ഇൻട്രൂഡേഴ്സ് എന്നാണ് അവർ കാണുന്ന ആ വിഷയത്തിൽ. അവർ കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും, മറ്റുള്ളവർ അത്രയും ചോദ്യം ചോദിക്കത്തില്ല. ഞാൻ ചോദിച്ചു ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ അവസ്ഥ എന്നെങ്കിൽ ഈ ഉടമ്പടിക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ നമ്മളോട് ദൈവം ചോദിക്കും. ദൈവമായിട്ടൊരു ഇൻ്റർവ്യൂ വെക്കണമെങ്കിൽ, ഇതിൻ്റെ ഉടമ്പടി വെക്കണമെങ്കിൽ എന്തിനാണ് വസ്തു വിറ്റിട്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഉടനെ നമ്മളെന്താ പറയണത്? വസ്തു ഇപ്പം വിറ്റില്ല എന്നുണ്ടെങ്കിൽ കെട്ടിച്ചുവിട്ട പെമ്മക്കൾ അവകാശത്തിന് വരും, പണിയായില്ലേ? അതാണ് വിഷയം. ഇപ്പം എല്ലാവരുമായിട്ട് നല്ല ദോസ്തിൽ നിൽക്കുകയാണ്, പറഞ്ഞാൽ ഒപ്പിട്ട് തരും. അപ്പോൾ അവരെ പറ്റിക്കാൻ ഇയാൾ തീരുമാനിച്ചെന്നല്ല എൻ്റെ അർത്ഥം. വസ്തു വിൽക്കണമെന്നുള്ളതാണ് നിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവർ അപ്പം മരിച്ചവരോടുകൂടി എല്ലാവരും കൂടി കയറി വന്നിട്ട് എല്ലാവരുമായിട്ട് നല്ല ദോസ്തിൽ നിൽക്കുകയാണ്. ഇപ്പം പറഞ്ഞാൽ ഒപ്പിട്ട് തരും. അപ്പോൾ പെണ്ണുമ്പോൾ പറയും ഒപ്പിട്ട് തരും, ഇപ്പം തരും, ഇപ്പം വസ്തു വിൽക്കണമെന്ന് പറയും. അപ്പോൾ വസ്തു വിൽക്കണമെന്ന് പറയുമ്പോൾ ഉടനെ അവിടുത്തെ പ്രശ്നം ഈ വസ്തു വിൽക്കണമെന്ന് മാത്രമേ നമ്മൾ ഉടമ്പടിയിലുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂ വെക്കുകയാണെങ്കിൽ, ദൈവമായിട്ട് ഇൻ്റർവ്യൂ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവം പറയും ഈ വസ്തു നിൻ്റെ സഹോദരന് കൊടുക്കുക. സഹോദരിക്ക് തന്നെ അവർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ വിലക്ക്, അവർക്ക് കൊടുക്കാൻ പാടില്ലേ? അപ്പോൾ അത് ശരിയാകത്തില്ല. അത് ശരിയാകത്തില്ല. എന്താ കാര്യം? അവർ വില തരത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ വസ്തു വിൽക്കണ കാര്യമാണെങ്കിലും സഹോദരനെ മറന്നിട്ട് വേറെ ഒരാൾക്ക് കൂടിയ ലാഭത്തിന് കൊടുക്കാൻ പോകുമ്പോൾ ഈ കാണ്ടാമൃഗമായിട്ടൊക്കെ ദൈവം എങ്ങനെ ഉടമ്പടി ചെയ്യണം? അതാണ് വിഷയം. അത് നിങ്ങൾ നിയോഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഇതാണ്. ഇപ്പം നിങ്ങൾ എടുത്തിരിക്കണേ വസ്തു വിൽക്കണമെന്നേ ഉള്ളൂ, കുടുംബത്തിൻ്റെ വസ്തു വിൽക്കണം. അപ്പം അനിയൻ പറഞ്ഞ് ഞാൻ എടുത്തോളാം, നീ എടുക്കേണ്ടെന്നാണ് പറയണതേ.
നമ്മൾ എഴുതിയിരിക്കണത്, നിയോഗത്തിൽ എഴുതിയിരിക്കണത് എന്താണ്? വസ്തു വിൽക്കണം. അപ്പോൾ ദൈവം ചോദിക്കും, സഹോദരന് പുരയിടമില്ലല്ലോ, അവൻ തറവാടിൻ്റെ അടുത്ത്, അവന് വിൽക്കാൻ പാടില്ലേ? അവർ അയ്യോ അത് പറ്റത്തില്ല, അവൻ കാശ് തരത്തില്ല, അവന് കാശ് കുറവാണ്, പുറത്ത് വിൽക്കണമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മണിക്കാണ് പ്രാധാന്യം, ദൈവത്തിന് അവിടെ പ്രാധാന്യമില്ല. അവന് ഇത്തിരി പൈസ കുറച്ച് വിട്ടാലും ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയാണെന്നുകൊണ്ട് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള ആ തിയറി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ ദൈവത്തെ മാറ്റി നിർത്തി ലാഭത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ പന്നിയുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിയോഗങ്ങൾ നിങ്ങൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. നിയോഗങ്ങൾ കറക്റ്റ് ഹോളി ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് ഉടമ്പടിയിലുള്ള ഈ നിയോഗങ്ങളിലുള്ള കളങ്കിത നിയോഗങ്ങൾ നമ്മൾ ശരിക്കും വിശുദ്ധീകരിക്കണം. ഇങ്ങനെ 5-6 പുതുക്കിയിട്ട് സാക്ഷ്യം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അലയേണ്ട കാര്യമൊന്നുമില്ല. ചില ആൾക്കാരങ്ങനെ കാണുന്നുണ്ട്. കാര്യം വെച്ചാൽ അവർക്ക് അറിയത്തില്ല, അവർ എഴുതിയിട്ടിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ കൃപാസനത്തിൽ നടന്ന് യാന്ത്രികമായിട്ട് പേപ്പറൊക്കെ മേടിച്ച് അങ്ങനെ പുതുക്കി പോകണമെന്നല്ലാതെ ഉടമ്പടിയിലല്ല അവർ. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ജീവിതമായിട്ട് അവർക്ക് ബന്ധമില്ല. ഇപ്പം ഈ ജോസഫ് ഗ്രിഗറി എന്ന് പറഞ്ഞ ഒരാൾ എന്താ പറയണമെന്നറിയാമോ? അപ്പം അയാൾ എന്തുകൊണ്ടാണ് അയാളുടെ വൈഫ് സ്വപ്നം കാണുന്നത്? സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്, ഈ ഒരു ബ്രിക്സ് ആയിട്ടുള്ള നിർമ്മിതിയിലാണ് ഞാൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ രാവിലെ എഴുന്നേറ്റ് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂവിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറയും. എന്നിട്ട് അമ്മ അത് അപ്പം തന്നെ സ്പീഡാണ്, ഇത്രയും സ്പീഡാണ് ഈ സംഭവം. അവർ അപ്പോഴത്തേന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒറ്റ ഇൻ്റർവ്യൂവിന് തന്നെ അവർ സെലക്റ്റഡ് ആകും. മാതാവിൻ്റെ കാര്യത്തിൽ ഇത് ഭയങ്കര ഉടമ്പടി ഉടനടിയല്ലേ? ഉടമ്പടിയാണെങ്കിൽ ഉടനടിയാണ്, പരിഹാരമാണ്. നിങ്ങൾക്ക് ഉടനടി പരിഹാരം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? ഉടമ്പടിയിൽ അല്ല, ആയിക്കൊണ്ടിരിക്കണമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഉടമ്പടിയാണെങ്കിൽ. ഇത് കണ്ട, ഈ വിതിൻ സെക്കൻഡാണ്. രാത്രി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോസഫ് ഗ്രിഗറി പറയുമോ, ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ? അയാളെ കുറേ സാക്ഷ്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയും, ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഞങ്ങൾ ശക്തമായി ദൈവത്തിൻ്റെ കൂടെ നിൽക്കും. അയാൾ ഓരോ സമയത്തും സാക്ഷ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേഷൻ നടത്തുന്നുണ്ട് സ്വന്തമായിട്ട്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കണത്. അപ്പം അതിന് ഒരു സമയത്ത് അയാൾ പറയും, ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഞങ്ങൾ ഒരു അവസ്ഥ കണ്ടാൽ, ഒരാളിൻ്റെ അവസ്ഥ, ഒരു മോശമായ അവസ്ഥ കണ്ടാൽ ഞങ്ങൾ അവരോട് അങ്ങോട്ട് ചോദിക്കും, എന്ത് ഹെൽപ്പാണ് വേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഞങ്ങളോട് പറയുക, പറ്റുന്ന പോലെ സഹായിക്കാം. ഇതാണ് വിഷയം. അപ്പം നമ്മളൊരു സഹായം, എന്തെങ്കിലും ഒരു ആളിന് ഇപ്പം പണം കൊടുത്തില്ലെങ്കിലും ഒരു സഹായം കൊടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അമ്മായിയമ്മ ഒന്ന് ചുമച്ചെന്നും പറഞ്ഞ മരുമകൾ അപ്പം തന്നെ കെട്ടിക്കടയെടുത്ത് വീട്ടിപ്പോണ്ടില്ലേ? ഈ പന്നി വന്ന് ഉടമ്പടി എടുത്താൽ ദൈവം സമ്മതിക്കത്തില്ല. അമ്മായിയമ്മ ഒന്ന് ചുമച്ചതാണ്, കണ്ട പ്രായമായ വല്യമ്മയാണ്, ഒന്ന് ചുമച്ചതേ ഉള്ളൂ. അപ്പം തന്നെ ഇവള് സൂട്ട് കേസ് എടുത്ത് വണ്ടിയും പിടിച്ച് അപ്പം തന്നെ വീട്ടിൽ പോയി. എന്താ കാര്യം? ഭർത്താവ് വന്നപ്പോൾ ഇവളില്ല. ചോദിച്ചപ്പോൾ എന്താ പറയണത്? അതെ, നിങ്ങളുടെ അമ്മയ്ക്ക് എന്തോ എൻ്റെ ജീവിതം പോകും, പിന്നെ അവരെ പൊക്കിക്കൊണ്ട് നടക്കേണ്ടി വരും. ഈ പന്നി ഒരിക്കലും ഉടമ്പടി എടുക്കരുത്. ഷുഡ് നോട്ട് ഡു ഇറ്റ്. അത് ദൈവത്തിനെ വെല്ലുവിളിക്കണത് വലിയതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കയറാനുള്ള യോഗ്യതയില്ല. കാര്യം നിങ്ങൾക്ക് മനുഷ്യത്വമില്ല. മനുഷ്യത്വം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ദൈവത്തോട് ഉടമ്പടി എടുക്കാൻ പോണത്. ഇവിടെ എവിടെയോ അനുതാപം ആവശ്യമുണ്ട്. മനുഷ്യത്വം പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്. അപ്പം ആദ്യം ഫസ്റ്റ് ബി ഹ്യൂമൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ആദ്യം ചെയ്യേണ്ടത് ദൈവം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ചെയ്യുമെന്നാണ്. കർത്താവ് തന്നെ പറയും അതിനേക്കാൾ കൂടുതൽ ചെയ്യുമെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, മഹത്വം, മഹത്വം. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പം നമ്മൾ ഈശോയെ പോലും നമുക്ക് ഏൽപ്പിച്ച് നൽകിയ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് ആ ഉടമ്പടി സത്യസന്ധമാണെന്ന് കണ്ടാൽ നമ്മൾ വെക്കുന്ന നിയോഗങ്ങളിൽ നിൽക്കത്തില്ല. ഇത് അതിനേക്കാൾ കൂടുതലായിരിക്കും ദൈവം നമുക്ക് നൽകാൻ പോണത്, നമ്മൾ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ. അതുകൊണ്ട് എപ്പോഴും എൻ്റെ മക്കൾ ആദ്യം വേണ്ടത് ബേസിക്കായിട്ട് ഹ്യൂമൻ ആവുക, ആദ്യം അടിസ്ഥാനപരമായിട്ട് മനുഷ്യത്വമുള്ള ആൾക്കാരാകുക. രണ്ടാമത് സുവിശേഷവിധമായ ദൈവപൈതലായി മാറണം. ഈ ദൈവപൈതലായിരിക്കണം ഉടമ്പടി വെക്കേണ്ടത്, അല്ലാതെ നാട്ടിലെ വർഗീസും തെരസ്യാമിയും അല്ല ഉടമ്പടി വെക്കേണ്ടത്. ദൈവ പൈതലായിരിക്കണം ഉടമ്പടി വെക്കേണ്ടത്. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആരാണത്? ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട ആളാണ് ദൈവ പൈതൽ. ദൈവാത്മാവിനാൽ ജനിക്കപ്പെടുകയും ദൈവാത്മാവിൻ്റെ നയിക്കപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ദൈവ പൈതൽ. അത് 8:14 എടുത്ത് റോമ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ ദൈവത്തിന്റെ പുത്രന്മാരാണ്, ദൈവപൈതലാണ് ഈ ഉടമ്പടി ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൻ്റെ പരിക്കുകൾ കൊണ്ടും ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ കാരണവും നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഏറ്റുമുട്ടിയിട്ട് ശരിക്കും പരിക്കന്മാരായിരിക്കും. സ്വാഭാവികമാണ്. ഈ പരിക്കന്മാരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പരിക്ക തരത്തോടു കൂടിയായിരിക്കും നമ്മൾ ദൈവദർശനെ വരുന്നത്. അപ്പോൾ ആ പരിക്ക സ്വഭാവത്തോട് തന്നെ ദൈവദർശനെ വരുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത് എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? കർത്താവേ, നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ, ഇവിടെയാണ് ഈ പ്രാർത്ഥന ബലവത്താണ് എന്ന ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയത്തെയും നിൻ്റെ ഹൃദയം പോലെ ആക്കണമേ. എന്താണ് അവിടെ നിന്ന് താഴേക്ക് വരികയാണ്. നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല വെല്ലുവിളികളോട് ഏറ്റുമുട്ടി പരിക്കും പരാജയവും പ്രതിരോധവും അനുഭവിച്ച് പരുക്കമായി തീർന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും നമുക്ക്. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ വരുന്നതെങ്കിലും നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെരുപ്പ് ഊരി വെക്കണ പോലെ ഈ പരിക്കത്തരം ഊരി വെക്കണം. അല്ല, ദേവാലയത്തിൽ വരുമ്പോൾ നിങ്ങൾ എത്ര വലിയ പുള്ളിയാണെങ്കിലും ചെരുപ്പ് ഊരി വെക്കത്തില്ലേ? അവിടെ ചെരുപ്പ് ഊരി വെക്കണ പോലെ തന്നെ നമ്മളുടെ പരിക്കത്തരം, വൈരാഗ്യം, വിദ്വേഷം, പക, ഏറ്റവും ഊരി വെക്കേണ്ടത് അഹങ്കാരമാണ്. അഹങ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ണീരിൻ്റെ വരവെന്നും പറഞ്ഞ് ഒരു വരവുണ്ട് ബൈബിളിൽ. കണ്ണീരിൻ്റെ വരം ചിലർക്ക് മാത്രം കിട്ടുന്നൊരു അപൂർവ വരവാണ്. ഈ വിശ്വാസവരം, ഭാഷാവരം, രോഗശാന്തി വരം. അതിലൊരു വരമാണ് ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ് എന്ന് പറയും, കണ്ണീരിൻ്റെ വരം. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കണ്ണീരിൻ്റെ വരത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചിലർ കണ്ണീരിൻ്റെ കർത്താവിൻ്റെയോട് സംസാരിക്കുമ്പോൾ തന്നെ, കർത്താവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവർ കണ്ണു നിറയും. അങ്ങനെ പറയാൻ കാരണം റിൻസി ജോസഫ് എന്നും പറഞ്ഞ് ഒരു സാക്ഷി ഈ ദിവസം കേട്ടായിരുന്നു. അവൾക്ക് ഇതുപോലെ 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 4 കുഞ്ഞുങ്ങളെ എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാണ്. അതുങ്ങൾ വളർത്തുമ്പോൾ തന്നെ ഇവർ വിശുദ്ധയായി മാറും. കാര്യം എന്ത് കഴിഞ്ഞാൽ ഇതിന് 4 പ്രസവിക്കണ്ടേ? അതാണ് ഏറ്റവും വലിയ പാട്. ഈ കവിത ഇതുപോലെ കവിതക്ക് ഞാൻ പറഞ്ഞില്ലേ, കവിതക്ക് ജോലി കിട്ടി. അമ്മ ആ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ തന്നെ അമ്മ കാണിച്ച ഈ 1500 കിലോമീറ്റർ ഇവർ ജോലി കിട്ടിക്കഴിഞ്ഞ് അവിടെ പോകണമെന്ന് ഷിഫ്റ്റ് ചെയ്യണം കുടുംബം മുഴുവനും. കുടുംബം മുഴുവൻ ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ പറയും, നിങ്ങളെ
രാത്രി തന്നെ അനൗൺസ്മെൻറ്റ് മൊബൈലിൽ മെസ്സേജ് വന്ന് സ്നോമിങ് തുടങ്ങിയിട്ടുണ്ട്, 3 മണിയാകുമ്പോൾ നിങ്ങളുടെ റൂട്ടിൽ വരുമെന്ന്. അപ്പോൾ അവിടെ അത്രയും ടെക്കിയാണത് ആ രാജ്യം കാനഡ. വെച്ചാൽ എന്ത് മഞ്ഞ് കാറ്റ് തുടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളുടെ റൂട്ടിൽ വരണത് 3 മണിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി പോകണമെന്ന് പറയും. അപ്പോൾ ഉടനെ 10 മണിക്ക് പോകാൻ വേണ്ടി ഇരുന്ന ഇവർ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് യാത്രയായി, മഞ്ഞുകാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാത്രയായി. അപ്പോൾ യാത്രയായി കുഞ്ഞുങ്ങളായിട്ട് പോണ വഴിക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് ഈ കവിതയുടെ കണ്ണു നിറയും. എന്താണ്? മാതാവ് സ്വപ്നത്തിൽ കാണിച്ച അതേ ബ്രിക്സിൽ ചെയ്തിരിക്കണ അതേ ഒരു നിർമ്മിതിയാണ് ഈ ഹോസ്പിറ്റലിലെ. അതായത് ദൈവം ഇത്രയും ടാഞ്ചിബിളാണ്. അതായത് നമ്മൾ ദൈവ വഴികളിലാണെന്ന് എൻ്റെ മക്കളെ എൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഉടമ്പടി ജീവിതം വഴി ദൈവ വഴികളിലാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളെ പരിവർത്തനം ചെയ്യിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി